3 പതിറ്റാണ്ട് മുൻപ് താൻ നടത്തിയ 2 കൊലപാതകങ്ങളെക്കുറിച്ചുള്ള മലപ്പുറം സ്വദേശിയുടെ വെളിപ്പെടുത്തലിൽ നിർണായകമായ വഴിത്തിരിവാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. പ്രതി മുഹമ്മദ് അലി ഏറ്റുപറഞ്ഞ കൊലപാതകത്തിൽ കോഴിക്കോട് കൂടരഞ്ഞിയിലേത് വസ്തുതയാണെന്ന് സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. കൊല്ലപ്പെട്ടത് കണ്ണൂർ ഇരിട്ടി സ്വദേശി മോഹനൻ എന്നാണ് കണ്ടെത്തൽ. കൊലയിലേക്ക് നയിച്ച കാരണം പീഡന ശ്രമം ആയിരുന്നു. ഇയാൾ തന്നെ നടത്തിയ 2ാമത്തെ കൊലപാതകത്തിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ കേട്ടുകേൾവിയില്ലാത്ത വിധമുള്ള ഈ കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലമാണ് ന്യൂസ് ബ്ലാസ്റ്റ് ഇന്ന് ആദ്യം പരിശോധിക്കുന്നത്. അനിൽ ഇമ്മാനുവലും അതോടൊപ്പം സിനോജ് തോമസും ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം അനിൽ ഇമ്മാനുവലിലേക്ക് പോകുന്നു. അനിൽ, അപ്പോൾ 40 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1986-ൽ ഈ പറഞ്ഞ വ്യക്തി നന്നേ ചെറുപ്പമായിരിക്കുന്ന ഒരു സമയം മുഹമ്മദ് അലി 2 കൊലപാതകങ്ങൾ നടത്തിയെന്ന പോലീസിനോട് പറയുകയാണ്. പക്ഷെ അപ്പോഴും ആരെയാണ് കൊന്നതെന്ന് തനിക്ക് അറിയില്ല എന്ന് കൂടി പറയുന്നു. കേട്ടുകേൾവിയില്ല എന്ന് മാത്രമല്ല, കേൾക്കുമ്പോൾ വല്ലാത്തൊരു കൗതുകം, ഇത് ഉള്ളതാണോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് പോലും പോകുന്ന തരത്തിലുള്ളൊരു വാർത്തയായിരുന്നു. ഇത്തരത്തിലൊരു സംഭവം ഇതിനു മുമ്പ് കേരളത്തിലോ മറ്റെവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അനിൽ? ഷിഹാബ് പറഞ്ഞതുപോലെ തന്നെ അതിവിചിത്രവും അതീവ ഗൗരവവും അതീവ സങ്കീർണവുമായ ഒരു കേസാണ് ഇതെന്ന് തന്നെ പറയണം. കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഇത്തരമൊരു കേസ് അന്വേഷിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കാം. അതുപോലൊരു കേസാണ്. കാരണം ഞാൻ പറയുന്നത്, കഴിഞ്ഞ വർഷം ഏതാണ്ട് 2025 ജൂൺ മാസം ഒരു ദിവസം മലപ്പുറം വേങ്ങര പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്ന മുഹമ്മദ് അലി എന്ന 54-കാരൻ പറയുകയാണ് താൻ 2 കൊലപാതകങ്ങൾ നടത്തി. ഇപ്പോഴല്ല, 39 വർഷം മുമ്പ് 1986-ൽ 2 കൊലപാതകങ്ങൾ നടത്തിയെന്ന് ഏറ്റുപറയുകയാണ്. അതിനെ തുടർന്ന് അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും അത് യാതൊരു തരത്തിലുള്ള വിവരങ്ങളും അത് സംബന്ധിച്ചുണ്ടായിരുന്നില്ല. അതിൽ കൊല്ലപ്പെട്ടത് ആരാണ്, ഈ 2 കേസിലും കൊല്ലപ്പെട്ടത് ആരാണ് എന്ന് പോലും വിവരമുണ്ടായിരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിനോട് സമാനമായ ഒരു കേസ് പറയാവുന്നത് 1998-ൽ നക്സൽ വർഗീസിനെ കൊലപ്പെടുത്തിയ കാര്യം കോൺസ്റ്റബിൾ രാമചന്ദ്രൻ നായർ വെളിപ്പെടുത്തിയതാണ്. അന്ന് പക്ഷേ ആരാണ് കൊല്ലപ്പെട്ടത്, ആര് പറഞ്ഞിട്ടാണ് കൊന്നത്, ആരാണ് കൊന്നത് എന്നെല്ലാം വസ്തുതകളായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് CBI അന്വേഷണം വരികയും അന്ന് IG ആയിരുന്ന ലക്ഷ്മണ പ്രതിയാവുകയും പിന്നീട് ജയിൽവാസം അനുഭവിക്കുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെ പക്ഷേ കൊല്ലപ്പെട്ടത് ആരാണ്, എന്നാണ് ഉണ്ടായത്, കൃത്യമായ തീയതിയോ മറ്റു വിവരങ്ങളോ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിലാണ് പോലീസ് അന്വേഷണം തുടങ്ങുന്നത്. മലപ്പുറം വേങ്ങര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് കോഴിക്കോട് തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലേക്ക് ആദ്യം റെഫർ ചെയ്യാനുണ്ടായത്. കാരണം അവിടെയാണ്, കൂടരഞ്ഞിയിലാണ് ഈ ആദ്യത്തെ കൊലപാതകം നടന്നതായി പറയുന്നത്. അവിടേക്ക് റെഫർ ചെയ്ത് അതിന്റെ വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. ശരി അനിൽ, അപ്പോൾ സിനോജ് തോമസിനോട് നമുക്ക് മറ്റു കാര്യങ്ങൾ ചോദിക്കാം. സിനോജ്, അപ്പോൾ 2 കൊലപാതകങ്ങൾ ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഉറപ്പായും പോലീസ് കരുതിയതായി ഇതിൽ യാഥാർത്ഥ്യമൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ മാനസികമായ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഇതിന് പിന്നിലുണ്ടോ എന്ന് പോലും സംശയിച്ചിരുന്നു. പിന്നീട് എങ്കിലും ഒരു വശത്തു കൂടി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ 2-ൽ 1 കൊലപാതകം ചെയ്തിട്ടുണ്ട്, ഇന്ന വ്യക്തിയാണ്, ഇന്ന കാരണമാണ്, അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്? ഇനിയിപ്പോൾ 2ാമതൊരു കൊലപാതകം കൂടി ചെയ്തിട്ടുണ്ട് എന്ന് മുഹമ്മദ് അലി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കേസിന്റെ അന്വേഷണം എവിടെ വരെ എത്തി സിനോജ്? ഷിഹാസ്, 40 വർഷം മുൻപ് നടന്ന കൊലപാതകം ഈ കൊല്ലപ്പെട്ട ആരാണെന്ന് കൊലപാതകം നടത്തിയ ആൾക്ക് പോലും അറിയാത്ത ഒരു സാഹചര്യം. അതുമാത്രമല്ല, ഈ 1986 നവംബറിലാണ് കൊലപാതകം നടത്തിയതെന്ന് പറയുന്നു. അതിനുശേഷം 3 വർഷത്തിനിപ്പുറം 1989-ൽ കോഴിക്കോട് വെള്ളയിൽ കടപ്പുറത്ത് വെച്ച് 2ാമതൊരു കൊലപാതകം കൂടി നടത്തിയെന്ന് പറയുന്നു. അതും ആരാണെന്ന് ഈ മുഹമ്മദ് അലിക്ക് അറിയില്ല. കഴിഞ്ഞ വർഷം ജൂൺ 5-നാണ് വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത്. പോലീസ് ആദ്യം വിശ്വസിച്ചില്ല. കാരണം ഇദ്ദേഹം വെറുതെ പറയുന്നതായിരിക്കും, മാനസിക പ്രശ്നമായിരിക്കും എന്നൊക്കെ തന്നെ കരുതി. പക്ഷേ അദ്ദേഹം ആ മൊഴിയിൽ ഉറച്ചു നിന്നു. അങ്ങനെയാണ് പോലീസ് ഇതിന്റെ പിന്നാലെ പോകുന്നത്. ഇങ്ങനൊരു വെളിപ്പെടുത്തൽ നടത്താനും ഒരു കാരണമുണ്ട്. ഈ മുഹമ്മദ് അലിക്ക് 2 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു ആൺമകൻ മരിച്ചുപോയി, മറ്റൊരു ആൺമകൻ അപകടത്തിൽ പരിക്ക് പറ്റിയ മാനസിക സംഘർഷത്തിലാണ് താൻ ചെയ്ത കൊലപാതകത്തിന് വിവരം പോലീസിൽ പറയാമെന്ന ഒരു വഴിത്തിരിവിലേക്ക് മുഹമ്മദ് അലി എത്തിക്കുന്നത്. അങ്ങനെയാണ് ഈ വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി ഇക്കാര്യങ്ങൾ പറയുന്നത്. ഏതായാലും ഈ കൊലപാതകം നടത്തിയ 2 സ്ഥലങ്ങൾ മുഹമ്മദ് അലി എത്തി പോലീസിന് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് പോലീസ് മുഹമ്മദ് അലിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്യുന്നു. നിലവിൽ ജാമ്യത്തിലാണ് മുഹമ്മദ് അലി ഉള്ളത്. ഏതായാലും ഈ കൂടരഞ്ഞിയിൽ 1986-ൽ ഒരു ദേവസ്തി എന്ന് പറയുന്ന കർഷകന്റെ കൃഷിയിടത്തിലാണ് അന്ന് 14 വയസ്സായിരുന്ന മുഹമ്മദ് അലിക്ക് ഉണ്ടായിരുന്ന ആ കൃഷിയിടത്തിൽ ജോലിക്ക് പോയ സമയത്ത് മോഹനൻ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തിനെതിരെ മുഹമ്മദ് അലിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ ഘട്ടത്തിൽ ഈ മോഹനനെ വെള്ളത്തിൽ ചവിട്ടി താഴ്ത്തി അവിടെ നിന്ന് വെള്ളത്തിൽ താഴ്ന്നതോടുകൂടി മുഹമ്മദ് അലി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പിന്നീട് 2 ദിവസത്തിന് ശേഷം തിരികെ വന്ന ശേഷമാണ് ഈ മോഹനൻ കൊല്ലപ്പെട്ടതായി അറിയപ്പെടുന്നത്, മരിച്ചതായി അറിയുന്നത്. അന്ന് ഈ മോഹനന്, ഈ കൊല്ലപ്പെട്ട മോഹനൻ അപസ്മാരമുള്ളത് കൊണ്ട് തന്നെ അപസ്മാരം കാരണം വെള്ളത്തിൽ വീണ് മരിച്ചതാകാമെന്ന് നാട്ടുകാരൊക്കെ തന്നെ പറഞ്ഞു. അങ്ങനെ ഒരു കേസ്, വലിയ രീതിയിലുള്ള സ്വാഭാവികം പറഞ്ഞ കേസെടുക്കാതെ പോലീസ് അങ്ങനെ പോവുകയാണ് ചെയ്തത്. ഏതായാലും
ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ വന്ന പശ്ചാത്തലത്തിൽ പോലീസ് രേഖാചിത്രം വരച്ചെങ്കിൽ ആ മുഖസാദൃശ്യത്തോടെ എത്തിയില്ല. ഒരു 80-60% വന്നെന്നാണ് മുഹമ്മദ് അലി അന്ന് മൊഴി കൊടുത്തത്. ഏതായാലും ഈ 80 കാലഘട്ടത്തിൽ തിരുവമ്പാടി മേഖലയിൽ നിന്ന് കാണാതായ ആളുകളുടെ, പ്രത്യേകിച്ച് കണ്ണൂർ, കോഴിക്കോട് ജില്ലയിൽ നിന്നൊക്കെ കാണാതായ ആളുകളുടെ വിവരങ്ങൾ തിരുവമ്പാടി പോലീസ് ശേഖരിച്ചു. അങ്ങനെയാണ് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി വെളിമാനത്തെ മോഹനൻ എന്ന് പറയുന്ന വ്യക്തിയും ഈ 80 കാലഘട്ടത്തിൽ ഇവിടെ കൂടരഞ്ഞി മേഖലയിൽ ജോലിക്ക് വന്നിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിക്കും. 86-ൽ ഇദ്ദേഹമാണ് ഇങ്ങനെ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനി വേണ്ടത് ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തുകയാണ്. പോലീസ് കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിൽ കൂടിയാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കൊലപാതകം 1989-ൽ വെള്ളയിൽ ബീച്ചിൽ വെച്ച് മണലിൽ തല പൂഴ്ത്തി വെച്ച് ഒരാളെ കൊലപ്പെടുത്തി എന്നാണ് മുഹമ്മദ് അലി മൊഴി നൽകിയിരിക്കുന്നത്. അതായത് മുഹമ്മദ് അലിയും കോഴിക്കോട്ടെ നഗരത്തിലെ ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്ന സമയത്ത് രാത്രിയിൽ മുഹമ്മദ് അലിയുടെ പണം തട്ടിപ്പറിച്ച ഒരാളുണ്ടായിരുന്നു. അയാളെ മറ്റൊരു കഞ്ചാവ് ബാബു എന്ന് വിളിക്കുന്ന മറ്റൊരാളെ സഹായത്തോടു കൂടി വെള്ളയിലെ ബീച്ചിൽ വെച്ച് ഈ മണലിൽ തല പൂഴ്ത്തി വെച്ച് കൊലപ്പെടുത്തി എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. അന്ന് പത്രത്തിലൊരു പത്രക്കട്ടിങ് വന്നിരുന്നു. ബീച്ചിൽ ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തിയ വാർത്ത 89-ൽ പത്രത്തിൽ വന്നത് പോലീസിന് തെളിവായി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന കഞ്ചാവ് ബാബുവിനെ പോലീസിന് ഇതുവരെ കണ്ടെത്തി വിവരങ്ങൾ ശേഖരിക്കാൻ സാധിച്ചില്ല. ഏതായാലും കോഴിക്കോട് സിറ്റി പോലീസും ഈ രണ്ടാമത്തെ കൊലപാതകത്തിന്റെ പിറകെ നടക്കുകയാണ്. ഏതെങ്കിലും ഒരു തുമ്പ് ഈ തിരുവമ്പാടി കൂടരഞ്ഞി ലഭിച്ചതുപോലെ ഒരു തുമ്പ് ഈ രണ്ടാമത്തെ കൊലപാതകം ലഭിക്കുമെന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. ഷിഹാസ്. ശരി സിനോജ, ഒരിക്കൽ കൂടി അനിൽ ഇമ്മാനുവലിലേക്ക് നമുക്കൊന്ന് പോകാം. അനില്, വല്ലാത്തൊരു പ്രതിസന്ധി പോലീസ് അനുഭവിച്ചൊരു കേസാണിത്. കാരണം 86-ലും 89-ലും എന്ന് പറയുമ്പോൾ 14-ഉം 17-ഉം വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത് താൻ രണ്ടുപേരെ കൊന്നു. ആരാണെന്ന് തനിക്കറിയില്ല. അതായത് പ്രായപൂർത്തിയാകാത്ത സമയത്ത് ഇത്തരത്തിൽ 2 കൊലപാതകം നടത്തി എന്നുള്ളതാണ് അവിടെ മുഹമ്മദ് അലി നേരിട്ട് പോലീസിനോട് പോയി പറയുന്നത്. അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് അവർക്ക് തെളിവുകൾ ശേഖരിക്കണം, ഇയാൾ പറയുന്നത് വസ്തുതയുണ്ടോ എന്ന് അന്വേഷിക്കണം. പോലീസ് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ട് പോലീസിന്റെ മുന്നിലുള്ള വലിയ പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? അതോടൊപ്പം ഈ ഒരു കേസിന് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ മുന്നോട്ട് നിയമപരമായിട്ടൊരു നിലനിൽപ്പ് എങ്ങനെയായിരിക്കും അനിൽ? ഷിഹാസ്, സിനോജ് തോമസ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ കേസ്, ആദ്യത്തെ കേസ് 86-ലെ കേസ് ഇതുവരെയെങ്കിലും വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞത് ഒറ്റ കാരണം കൊണ്ടാണ്. ആ കൊല്ലപ്പെട്ട ആളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞു. ആ സിനോജ് പറഞ്ഞതുപോലെ ആ ഭാഗത്ത് നിന്ന് ആ സമയത്ത് കാണാതായവരെ കുറിച്ചുള്ള അന്വേഷണത്തിൽ കണ്ണൂർ ഇരിട്ടിയിലേക്ക് എത്തുകയും അങ്ങനെ അവരുടെ കുടുംബത്തെ കണ്ടെത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇതുവരെയെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞത്. പക്ഷെ അപ്പോഴും വലിയ പ്രതിസന്ധിയുണ്ട്. കാരണം ഈ കുടുംബത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ട ആളാണോ എന്ന് കണ്ടെത്താൻ DNA പരിശോധന ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. പക്ഷേ DNA പരിശോധനയ്ക്കുള്ള ഒരു സാമ്പിൾ പോലും ഇനി കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല ഈ മരിച്ചയാളുടെ ഭാഗത്തു നിന്ന്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ കൊല്ലപ്പെട്ടയാളുടെ കാര്യത്തിൽ അവിടെ മരിച്ചത് ആരാണെന്ന് പോലും വ്യക്തതയില്ല. ഈ 2 കേസിലും പത്രത്തിൽ വന്ന വാർത്തകളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ശരിയാണ്, 2ഇടത്തും ഇതുപോലുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. വെള്ളയിൽ ബീച്ചിലെ കൊല്ലപ്പെട്ട അജ്ഞാത മൃതദേഹം എന്ന് കണ്ടെത്തി, അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിൽ അത് കൊലപാതകമാണെന്ന് വരെ കണ്ടെത്തിയിട്ടുണ്ട്. ആ കേസ് കഴിഞ്ഞ വർഷം ഈ വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെ അന്വേഷണത്തിന് നിയോഗിക്കപ്പെട്ടത് കോഴിക്കോട് ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ TK അഷ്റഫ് എന്ന ഉദ്യോഗസ്ഥരാണ്. അല്പം മുമ്പ് ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അവർ നേരിട്ട് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് FIR ഇൻഡെക്സ്, ഈ കേസിന്റെ FIR ഇൻഡെക്സ് പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് എന്നതൊഴിച്ചാൽ ഈ മരിച്ചയാളെ തിരിച്ചറിയാൻ പാകത്തുള്ള യാതൊരു തെളിവുകളും ഒരു വിവരങ്ങളും അടങ്ങിയ ഒരു രേഖകളും ഇല്ല. അതായത് ഇൻക്വസ്റ്റ് നടത്തിയ റിപ്പോർട്ട് അവിടെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ആളുടെ ശരീരത്തിലെ ഐഡന്റിഫിക്കേഷൻ മാർക്സ് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില്ല. കോടതിയിൽ പോലും ഒരു രേഖയും അവശേഷിക്കുന്നില്ല. ആ നിലയ്ക്ക് ഇത് ആരാണെന്ന് കണ്ടെത്തുക എന്നുള്ളത് അതീവ ദുഷ്കരമാണ്. ഓൾമോസ്റ്റ് ഒരു വലിയൊരു പരിധി വരെ അസാധ്യമാണെന്നും പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഒരാൾ വന്ന് ഞാൻ കൊലപാതകം നടത്തി എന്ന് ഏറ്റു പറഞ്ഞതുകൊണ്ട് ഒരാളെ ശിക്ഷിക്കാൻ ഒരു കോടതിക്ക് കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ അയാൾ കൊലപാതകം നടത്തിയ സ്ഥലങ്ങൾ വരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ മരിച്ചത് ആരാണെന്ന് കണ്ടെത്താതെ ഇതൊന്നും തെളിയിക്കാൻ കഴിയില്ല. നമ്മൾ ദൃശ്യം സിനിമയിൽ പറയുന്നത് പോലെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് ഏതോ കാലത്ത് ഈ 40 വർഷം മുമ്പ്. പക്ഷെ അതിൽ നിന്നൊരു സാമ്പിൾ എടുത്ത് പരിശോധിക്കാൻ പോലും ഉള്ള സാധ്യത ഇനി അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് പോലീസിന് മുമ്പിൽ ഏറ്റവും വലിയ പ്രതിസന്ധി. മറ്റൊരു കാര്യം, ഈ ആദ്യത്തെ കൊലപാതകം നടത്തുമ്പോൾ മുഹമ്മദ് അലിക്ക് 14 വയസ്സായിരുന്നു, ജുവനയിലാണെന്നുള്ള കാര്യം ഉറപ്പാണ്. രണ്ടാമത്തെ കൊലപാതകം അതിനുശേഷം 3 വർഷത്തിന് ശേഷം എന്നാണ് അദ്ദേഹം പറയുന്നത്. 3-4 വർഷമായാൽ 17-18 വയസ്സാകും. അപ്പോഴും ജുവനയിലാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അങ്ങനെ വരുമ്പോൾ മുഹമ്മദ് അലിയുടെ അന്നത്തെ പ്രായവും ഇന്നത്തെ പ്രായവും കണക്കിലെടുത്താൽ ഇത് കോടതി, പോലീസ് എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്തി കൊണ്ടുവരാൻ പോലീസിന് ഏതെങ്കിലും കാലത്ത് സാധ്യമായാൽ പോലും കോടതിയിൽ എത്ര നിലനിൽക്കും, കോടതി ഏത് തരത്തിൽ ഇതിനെ പരിഗണിക്കും എന്നുള്ള കാര്യവും വലിയൊരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, കേരള പോലീസ് ഇത്തരം ഒരു കേസിൽ ഒരു പ്രതിസന്ധി അഭിമുഖീകരിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കത്തക്ക വിധമുള്ള സാഹചര്യമാണ്. അത്ര സങ്കീർണമായ ഒരു സ്ഥിതിയിലാണ് ഈ കേസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ശരി, അനിൽ ഇമ്മാനുവലും സിനോജ് തോമസുമാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കേരളത്തിന്റെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു കേസാണ്. മുഹമ്മദ് അലി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന് പെട്ടെന്നൊരു കുറ്റബോധം തോന്നുകയാണ്. താൻ ചെറുപ്പത്തിൽ 14-17 വയസ്സ് പ്രായമുള്ളപ്പോൾ 2 കൊലപാതകങ്ങൾ നടത്തിയെന്ന് പോലീസിനോട് ഏറ്റുപറയുകയാണ്. പോലീസ് അന്വേഷണം നടത്തുകയാണ്. അതിൽ ഒരു കൊലപാതകം 14
വയസ്സുള്ളപ്പോൾ നടത്തിയ 1986 ഒരു കൊലപാതകം അത് യാഥാർത്ഥ്യമാണെന്ന് പോലീസ് ഇപ്പോൾ തെളിവ് സഹിതം കണ്ടെത്തിയിരിക്കുകയാണ്. മോഹൻ എന്ന് പറയുന്ന വ്യക്തിയാണെന്നും പറയുന്നു. പക്ഷേ രണ്ടാമതൊരു കൊലപാതകം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും സംശയത്തിന്റെ നിഴലിലാണുള്ളത്. അപ്പോൾ 40 കൊല്ലം മുമ്പുള്ള ഈ ഒരു കേസിൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് പോലീസിന് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ്. നിയമപരമായ നിലനിൽപ്പിന്റെ കാര്യത്തിൽ സംശയങ്ങളുമുണ്ട്. അനിൽ ഇമ്മാനുവലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.